Hello guys, welcome back to my YouTube channel. Here is my first long video. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വളരെ പോപ്പുലറായ നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെപ്പാ. മന്തി ഗിന്തി എല്ലാം വന്നിട്ടാകുമ്പോൾ പാപ്പ ബിരിയാണീനെ മറക്കാൻ കഴിയില്ലല്ലേ. എന്തെല്ലാം ഒരു കാലത്തെ എല്ലാവരുടെ ഫേവറേറ്റായ ഐറ്റം ആണല്ലേ. അപ്പോൾ ക്രിഞ്ച് എടുക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇല്ലേ കാണിക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ബിരിയാണിയാവോ. കുറേ ടൈപ്സ് ഉണ്ട്, അതിൽ ഈ ടൈപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമോ. ഫസ്റ്റൊക്കെ ഇല്ലേ ചിക്കൻ പാങ്ങലൊക്കെ ആയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ആക്കാൻ വെക്കണം. പിന്നെ മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് പുതിന, മല്ലിച്ചപ്പ്, വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിച്ചപ്പല എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ടില്ലേ ഉള്ളി ഫ്രൈ ആക്കാൻ വെക്കണം. ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. എങ്ങനെ ചെയ്യില്ലെങ്കിലേ നമ്മൾ പാല് തിളക്കുമ്പോൾ കാക്കുന്നില്ലേ അതുപോലെ നിൽക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞിട്ട് പോകും. അതേ ഓയിലുണ്ടല്ലേ പിന്നെ പെരക്കി വെച്ച കോയില്ലേ ചിക്കൻ അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു 80% ഫ്രൈ ആയെങ്കിൽ മതി. പിന്നെ ബാക്കി മസാലയിൽ വെന്തോളും. ഫ്രൈ ആയിട്ടാകുമ്പോൾ അതിനെ കോരിയിട്ട് വേറൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം. ഇനിയാണ് മെയിൻ പരിപാടി, ബിരിയാണി മസാല ആക്കുന്നത്. ഫ്രൈ ആക്കിയ അതേ ഓയിൽക്ക് ഉള്ളി ഇടാം. ഞാനില്ലേ കുക്കറിൽ വേവിച്ചിട്ട് എടുത്ത ടൈമും കുറയും, പിന്നെ നമുക്ക് പെട്ടെന്ന് വെന്തിട്ടും കിട്ടും. ആ ഉള്ളിക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അരച്ച് വെച്ച ഗ്രീൻ പേസ്റ്റ്, ടൊമാറ്റോ, കറിച്ചപ്പല എല്ലാം ഇട്ടിട്ട് കുറച്ച് നേരം പച്ചമണം പോലെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കുക്കാക്കിയിട്ട് എടുക്കാം. കുക്കാക്കിയിട്ടായിട്ട് ലാസ്റ്റ് മൂടി വെക്കാം. പിന്നെ അതിലേക്കല്ലേ ബിരിയാണി മസാല, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ടില്ലേ അതിൽ കുറച്ച് മസാല നമ്മൾ എക്സ്ട്രാ ഒരു വേറെ പാത്രത്തിൽ കോരി എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഫ്രൈ ആക്കിയ ചിക്കനെല്ലാം ഈ മസാലക്ക് ഇടാം. ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് മതി. 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് എല്ലാം ചേർക്കാണ്ടെങ്കിൽ ചേർത്തോളൂ. എന്നിട്ട് ആ പേസ്റ്റ് ആക്കിയിട്ടില്ലേ, ഇപ്പം മസാല പേസ്റ്റ് ആക്കിയിട്ടില്ലേ, ആ പേസ്റ്റിന് ആ മസാലയ്ക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാം. അങ്ങനെ മിക്സ് ആക്കാം. അത് 2-3 കിക്ക് ഫുള്ള് ചുറ്റിച്ചിട്ട് ഫുള്ള് മസാല എല്ലായിടത്തേക്ക് എത്തും പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് തൈരും പിന്നെ മല്ലിച്ചപ്പും ഇട്ടിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് മൂടിയിട്ട് വെക്കാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. നെയ്ച്ചോറ് സാധാരണ ചോറ് വെക്കുമ്പോൾ തന്നെ വെച്ച് ഞാൻ കുക്കറിൽ ഗരം മസാല, കറിച്ചപ്പല, ഓയിൽ, പിന്നെ അരി, പിന്നെ ഉപ്പ് ഇത്രയെല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലാക്കിയിട്ട് എടുത്തിരുന്നത്. അരി എടുത്തിട്ട് ഞാനല്ലേ മഹാരാജ റൈസാവോ, അതിന് ഒരു വിസിൽ മതി വേവാൻ, പെട്ടെന്ന് വെന്തിട്ട് കിട്ടും. നാരങ്ങ പിന്നിട്ട് വിസിലാകുമ്പോൾ ഓൾമോസ്റ്റ് ചോറെല്ലാം വെന്തിന് വിസിലെടുത്തിനവാ. ഇനി ദമ്മിടുന്ന പരിപാടിയാവാ. കുറച്ച് മസാലയും അതിൻ്റെ മുകളിൽ ചോറിടാം. പിന്നെ അതിൻ്റെ മീത്ത നെയ്യ്, ഫ്രൈ ആക്കിയ ഓണിയന്, പിന്നെ കറി ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കുറച്ച് യെല്ലോ കളർ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, സ്കിപ്പാക്കാം. ഇത്രയെല്ലാം ഇട്ടിട്ട് ഡെക്കറേഷൻ ആക്കിയിട്ട് ദമ്മിടാൻ വെക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ദമ്മ് പൊട്ടിക്കാം. നല്ല ബിരിയാണി റെഡിയായി.